225-ൽ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ക്രിപ്റ്റോ കുതിച്ചു ചാട്ടം എവിടെ പോയി? വലിയ കളിക്കാർ നമ്മുടെ ലാഭം തട്ടിയെടുത്തോ? 226-ൽ വലിയൊരു മാറ്റം വരുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. പക്ഷേ അത് നമ്മൾ വിചാരിക്കുന്നതിലും ഭീകരമായേക്കാം. വമ്പൻ സ്രാവുകൾ കളം നിറയുകയാണ്. മോർഗൻ സ്റ്റാൻലി ബിറ്റ്കോയിൻ ETF ഫയൽ ചെയ്തു കഴിഞ്ഞു. എറിക് ട്രംപിന്റെ കമ്പനി വൻതോതിൽ ബിറ്റ്കോയിൻ വാങ്ങിക്കൂട്ടുന്നു. അവർ വാങ്ങിക്കൂട്ടുമ്പോൾ എന്തുകൊണ്ടാണ് വില കൂടാത്തത്? ഇവിടെയാണ് ചതി ഒളിഞ്ഞിരിക്കുന്നത്. വമ്പൻ കമ്പനികൾക്ക് ബിറ്റ്കോയിൻ വില പെട്ടെന്ന് റോക്കറ്റ് പോലെ ഉയരുന്നത് ഇഷ്ടമല്ല. അവർക്ക് വേണ്ടത് ഒരു സ്ലോ ഗ്രൈൻഡാണ്. മൈക്രോ സ്ട്രാറ്റജി കമ്പനിയെ സമ്മർദ്ദത്തിലാക്കി വില നിയന്ത്രിക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ടോ എന്ന് പലരും സംശയിക്കുന്നു. മാർക്കറ്റ് വല്ലാതെ ഉയർന്നാൽ അതവർക്ക് നഷ്ടമാണ്. അപ്പോൾ 2026 ഒരു സൂപ്പർ സൈക്കിളാകുമോ? വൻകിട നിക്ഷേപകർ വരുന്നതോടെ ക്രിപ്റ്റോ ഒരു പക്വതയുള്ള മാർക്കറ്റായി മാറും. പഴയതുപോലെ പൈസ പെട്ടെന്ന് വാരാമെന്ന് കരുതേണ്ട. ക്ഷമയുള്ളവർക്ക് മാത്രമേ ഇനി ക്രിപ്റ്റോയിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്ത് കരുതുന്നു? കമന്റ് ചെയ്യൂ.